ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള പുഡിംഗ് റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. കാരമൽ പുഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബ്രെഡും പാലും ഉണ്ടാകുമല്ലോ, എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനമാണ്. അത് വെച്ചിട്ട് ഒരു സൂപ്പർ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. നമ്മളിത് വായിൽ നമ്മളിങ്ങനെ ഇടുമ്പോഴേ ഇങ്ങനെ അലിഞ്ഞിറങ്ങും. കുട്ടികൾക്കെല്ലാം സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് വീട്ടിൽ തന്നെ ഒരു കെമിക്കൽസും ഇല്ലാതെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ നിങ്ങളത് ഉണ്ടാക്കി തന്നെ നോക്കി അതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയേണ്ടി ഇരിക്കുന്നു ഈ ഒരു ഡിഷിലൂടെ കേട്ടോ. നമ്മളത് മുറിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ എന്ത് മയത്തിലാണ് അത് മുറിഞ്ഞു വരുന്നത് എന്നുള്ളത്. നല്ല സൂപ്പറാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വായിലിട്ട് കഴിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്കെല്ലാം അവരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും ഉണ്ടാക്കി ചോദിക്കും. അങ്ങനത്തെ ഒരു സൂപ്പർ ഡിഷാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, അതുപോലെ ഒരുപാട് സമയത്തിന്റെ ആവശ്യമില്ല. കുറച്ച് കൂളി ചെയ്തിട്ട് കഴിക്കുമ്പോൾ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അത് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മളതൊന്ന് കണ്ടു നോക്കിയാലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ബെസ്റ്റ് ഐറ്റമാണിത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ അവർ പിന്നെയും പിന്നെയും ഇത് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു ഐറ്റമാണ് കേട്ടോ. ഇനിയിപ്പം നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആവശ്യം കുറച്ച് പഞ്ചസാര, അതൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പാല്, 4 ബ്രെഡിന്റെ പീസാണ് എടുത്തേക്കുന്നത് കേട്ടോ. ബന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബന്ന് എടുക്കാം, അതുപോലെ ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് എടുക്കാം. അവരവരുടെ ചോയ്സ് ആണ്. അപ്പൊ ഞാൻ ബന്ന് ഒഴിവാക്കിയിട്ട് ബ്രെഡാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ പാല് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. നമ്മുടെ ഒരുമാതിരി കൂടാരം പോലെ വീടിന്റെ ഒരു ഗോപുരം വരത്തില്ലേ, ആ ഒരു ഷേപ്പിലൊക്കെയാണ് മുകളില്. അതിന്റെ ഒരു പിക്ചർ തന്നെ അതിന്റെ പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു കാർട്ടൂൺ പാക്കറ്റിലാണ് പാല് വരുന്നത്. ഓൾറെഡി കുക്കായ പാലാണ് കേട്ടോ ഇത്. വേണമെങ്കിൽ നമുക്ക് പച്ചക്കും കുടിക്കാം, അങ്ങനത്തെ തരം പാലാണത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ഒരു ഫുൾ പാല് നമുക്ക് ആവശ്യമില്ല, നമുക്കൊരു കപ്പ് പാല് മതി. അപ്പോൾ നമുക്കിനിയിപ്പോൾ അതിലേക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ബ്രെഡ് എടുത്ത് വെച്ചതെല്ലാം ഇങ്ങനെ കഷ്ണിച്ചിട്ടിട്ട് കൊടുക്കുക. 4 ബ്രെഡും. അതിന്റെ അരികൊന്നും കളയണ്ട കേട്ടോ, അത് അതേപടി ഇടാം. അത് വേണ്ട, വെറും വൈറ്റ് ആയിട്ടാണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം കേട്ടോ. അപ്പൊ എൻ്റെ പുഡിങ് ചെറിയൊരു കളർ വ്യത്യാസമുള്ളത് ഈ ഒരു ഷുഗറിന്റെ ഇതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ആ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ആ ഒരു സ്മെല്ല് മാറി കിട്ടാനായിട്ട് കുറച്ച് നമ്മൾ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്, ആ ഒരു സ്മെല്ലൊന്ന് മാറി കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ അതിൽ മുട്ട ചേർത്തതിന്റെ ഒരു ടേസ്റ്റും നമുക്ക് ഉണ്ടാവത്തില്ല, നല്ല മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു, വാനില എസൻസ് ഒഴിച്ചു, 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ ഈ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ഇട്ടിട്ട് അത് നന്നായിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു വലിയൊരു എന്ന് വെച്ചാൽ സാധാരണ അരിപ്പയല്ല, അതിനേക്കാളും ബെറ്റർ കുറച്ചും കൂടെ വലിയ അരിപ്പയല്ലേ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് അരച്ചെടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു അരിപ്പയല്ല. ഈ കമ്പി പോലത്തെ ഇരിക്കുന്ന ഒരു അരിപ്പില്ലേ, ഞാനിതിൽ കാണിക്കും. അപ്പൊ നിങ്ങൾ കണ്ടാൽ മതി. കണ്ടോ, ഈ ഒരു അരിപ്പ. ഇത് നമുക്ക് ഒന്നും കൂടെ അരച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ആ ബാറ്റർ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ടാക്കുമ്പോൾ തന്നെ അത് മൊത്തത്തിൽ താഴേക്ക് പൊക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും തരിതരിപ്പ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ബാലൻസ്, അപ്പൊ അത് അതിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തി ആയിട്ട് നല്ല പുഡിങ് കിട്ടത്തില്ല, ഒരുമാതിരി ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചെടുത്തപ്പോഴേക്കും ഇത്രയും ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് കളയും. ശേഷം നമ്മൾ ഇതൊരു
ബൗളില്, ഗ്ലാസിന്റെ ബൗളിലാണ് ഞാൻ ഒഴിക്കുന്നത്. അത് ഒരിക്കലും നിർബന്ധമല്ല കേട്ടോ. ഇതെനിക്ക് അക്ഷര ഫുഡ്ലാൻഡ് തന്നൊരു എന്താ പറയാ, അക്ഷര ഫുഡ്ലാൻഡ് എന്ന ചാനല് എനിക്ക് തന്നൊരു ടാസ്ക് പോലെ ഒരു ചലഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചലഞ്ച് പറഞ്ഞപ്പോ ഗ്ലാസ് ബൗളിലെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. നമുക്കിപ്പോ ഒരു ചോറ്റുപാത്രം ഉണ്ടെങ്കിൽ വെച്ചാല് ഒരുപാട് ഇത് എന്താ പറയാ, അതിന് ശരിയായ അടപ്പും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലുണ്ടാക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു പാത്രത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോ ഞാൻ ഗ്ലാസ് ബൗളിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോ അതിലിപ്പോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ കാരമൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിന് ഞാനൊരു ഇനിയും ഒരു 2 ടേബിൾ സ്പൂൺ, ഇപ്പൊ ഞാനത് ഇളക്കുന്നില്ലേ, ആ ഒരു സ്പൂണില് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാമല്ലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ നന്നായിട്ട് അതൊന്ന് നിറം മാറി വരുന്നത് വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു അതിന്റെ ഒരു റെഡിയാകുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗം ഇത് ഇത്രയും മതിയായിരിക്കും. അപ്പൊ അതിലേക്ക് നമ്മൾ 1 സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഈ വെള്ളം ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാല് പെട്ടെന്ന് നമ്മൾ ആ ഒരു ബൗളിലേക്ക് ഒഴിക്കുമ്പോൾ ഒരുമാതിരി കട്ടിയായിട്ട് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോഴേക്കും എല്ലായിടത്തും വരത്തില്ലത്. അപ്പൊ അത് അങ്ങനെ പെട്ടെന്ന് ഇത് ഷുഗർ അല്ലേ, അപ്പൊ പെട്ടെന്ന് കട്ടിയായി പോകുമല്ലോ തണുക്കുമ്പോൾ. അപ്പൊ അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസ് ആക്കുന്നത്. ഇനിയിപ്പോ ഈ ബാറ്റർ നമുക്ക് ആ ഗ്ലാസിന്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ വശവും ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പൊ എല്ലാ വശവും എന്ന് പറയുമ്പോൾ മുകൾ ഭാഗമല്ല, താഴ്ഭാഗം എല്ലാ ഭാഗത്തും, എന്നാലേ നമ്മളത് മറിച്ചിടുമ്പോഴത്തേക്ക് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ശേഷം നമ്മൾ അരച്ചു മാറ്റി വെച്ചേക്കുന്ന ആ ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ഗ്ലാസിന്റെ ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ അതിനിപ്പോ ഞാനൊരു അലുമിനിയം ബോയിൽ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടാണ് അതിൽ ഇറക്കി വെക്കുന്നത്. കാരണം ഈ ഗ്ലാസിന്റെ ബൗളിന് അടപ്പില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രം, നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു ഈ ദ്വാരമുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് വെച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ അതില്ല. ഇപ്പൊ ഞാൻ വെച്ച ഒരു സാധനം കണ്ടില്ലേ, അതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് വെച്ചത്. അത് വെച്ചതിന് ശേഷം ആ ഒരു ബൗളും ഞാൻ അലുമിനിയം പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കപ്പ്, ഒരു ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിതൊരു വെന്ത് കിട്ടാൻ ഒരു 15 to 20 മിനിറ്റ് ഏകദേശം നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു പേപ്പർ കീറിയിരിക്കുന്ന എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് അത് വെന്തോന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കീറിയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരു എന്തെങ്കിലും ഒരുപാട് ഇങ്ങനെ കീറൽ വീഴാത്ത രീതിയിൽ ഒരു ഇർക്കില് പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കി അത് വെന്തോന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതെടുത്ത് ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് വെച്ച് തണുക്കാനായിട്ടൊന്ന് അനുവദിക്കുക. ശേഷം നമ്മൾ അതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക കേട്ടോ. അപ്പൊ അത് മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു കത്തി വെച്ചിട്ട് അതൊന്ന് മുറിച്ച് നോക്കാൻ പോവാണ്. അപ്പൊ അത് എന്ത് സ്മൂത്തായിട്ടാണ് മുറിഞ്ഞു വരുന്നതെന്നുള്ളത് നമ്മൾ നോക്കുമ്പോഴേ നമുക്കറിയാം അതെന്തുമാത്രം സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആണ് എന്നുള്ളത്. സാധാരണ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല, പുഡിങ് വളരെ 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 ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് റെസിപ്പിയാണ്. ഒരു വെറൈറ്റി കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. ഈ ഒരു ഞാനിപ്പോ കാണിച്ച എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കൂടി ആകുമ്പോൾ നമുക്കത് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വിഷമമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മളിത് ഉണ്ടാക്കി തണുക്കാനായിട്ട് മാറ്റി വെക്കുമല്ലോ. ആ മാറ്റി വെക്കുന്ന സമയം തന്നെ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുക്കുമ്പോഴായിരിക്കും ഒന്നും കൂടെ ഒരു വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുക. ഒന്ന് തണുപ്പിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരിയും ടേസ്റ്റി ആയിട്ട് തോന്നും. ചൂടോടെ ഒരിക്കലും കഴിക്കരുത്. കുറച്ച് തണുത്തതിന് ശേഷം ഫ്രീസറിൽ ഒരു മണിക്കൂർ വെക്കുക.
ഫ്രീസറിലോ താഴെ ഫ്രിഡ്ജിലോ 1 മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾ അതെടുത്തിട്ട് ഇതുപോലെ മുറിച്ചിട്ട് കഴിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ അതുപോലെ ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന വീഡിയോസും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ കമന്റ്സ് എന്ത് തന്നെയായാലും അറിയിക്കുക കേട്ടോ.